ഉണ്ട്, 1000-600 ബെഡുകളുള്ള ഹോസ്പിറ്റലുകൾ. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇന്നലത്തെ വാദത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കരിഞ്ജീരകത്തിനെ കുറിച്ച് പ്രവാചകന്റെ ഒരു വചനമുണ്ട്, കരിഞ്ജീരകം മരണമല്ലാത്ത എല്ലാ രോഗത്തെയും മാറ്റുമെന്ന്. അത് കരിഞ്ജീരകത്തിന്റെ സത്തിന്റെ ഗുണമാണ്. അത് ഗുളികയാക്കാനും മരുന്നാക്കാനും അതിന്റെ ഔഷധ വീര്യത്തോടെ അത് ഉള്ളിലേക്ക് പകർന്നു കൊടുക്കാനും പറ്റണം എന്നുള്ളതുള്ളൂ. അദ്ദേഹം പറയുന്ന പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. സംസാരം കേട്ടാൽ അദ്ദേഹം പ്രവാചകന്റെ വീട്ടിൽ വളർന്നതാ തോന്നിപ്പോ, പ്രവാചകന്റെ മോനാന്ന് തോന്നിപ്പോ. സത്യത്തിൽ പ്രവാചകന്റെ വചനം ധാരാളത്തിൽ അധികമുണ്ട് കരിഞ്ജീരകത്തിനെ കുറിച്ചൊക്കെ. ഒന്നുപോലും ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ വാദം. ഞാനതൊക്കെ സമർത്ഥിക്കാനും തെളിയിക്കാനും ഒക്കെ തയ്യാറാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സ് വെച്ചുകൊണ്ടാവരുത്, ആദ്യമേ പ്രീജഡിച്ച് കൊണ്ടാവരുത് നമ്മൾ ഇതൊന്നും വിലയിരുത്തുന്നത്. നിങ്ങൾക്കൊരു വിശാല മനസ്സുണ്ടാക്കണം. ആദ്യം നമ്മളൊരു പൊളിഞ്ഞു ചാടിയ സ്ഥലത്ത് ഒരു വീട് വെക്കുന്ന സമയത്ത് ആ വീട് ഫുള്ള് JCB കൊണ്ട് മാറ്റി അതിന്റെ തറകളൊക്കെ മാറ്റം വരുത്തി പുതിയൊരു പ്ലേസ് ആക്കി മാറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ നല്ല പുതിയൊരു പ്ലാനിൽ വീട് പണിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പഴയ തല്ലിപ്പൊളി തലയും വെച്ചിട്ട് അവിടെ ഒരു വീട് വെക്കാൻ കഴിയൂല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാദപ്രതിവാദത്തിനല്ല പ്രസക്തി. ഇന്നലെ ഞങ്ങൾ വലിയ അറിയപ്പെട്ട മറ്റൊരാളോട് സംവദിച്ചു. അവരോട് ഞാൻ പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾക്ക് ശരിക്കും ഇതെന്താന്ന് പഠിഞ്ഞാൽ നിങ്ങൾ ഈ പണി നിർത്തും എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കുമാണ് പഠിഞ്ഞാൽ നിങ്ങൾ ഈ പണിയാണ് തുടങ്ങും എന്നും പറഞ്ഞു. ഇത്രേ മറുപടി ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറയാം ഞാൻ തുടങ്ങൂല. അതിന്റെ അർത്ഥം എന്താ? ഞാൻ അവിടെ പണി പടിഞ്ഞാൽ നിർത്തേണ്ടി വന്നാൽ നിർത്തും, തുടങ്ങേണ്ടി വന്നാൽ തുടങ്ങും ചെയ്യണ്ടേ. അതല്ലേ നല്ല മനസ്സ്. പഠിക്കാൻ തയ്യാറാവണമെന്ന് ഇപ്പൊ അതിന് ചുരുക്കം അർത്ഥം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ പഠിച്ചിട്ട് എനിക്കിത് നല്ലതാന്ന് ബോധ്യപ്പെട്ടാലും ഞാനിത് ചെയ്യൂലെന്ന്, കാരണം ഇത് നല്ലതല്ലാന്ന്. അതെ, ഞാൻ പറയണത് അയാള് നല്ലതാണെന്ന് തെളിയിക്കാൻ എന്ത് മാർഗമുള്ളത്? മനസ്സിലായില്ലേ? നമ്മൾക്കൊക്കെ ഒരു വിശ്വാസം എന്നൊരു സാധനം ഉണ്ട്. അതാണ് ഇപ്പൊ എന്റെ ഉമ്മ എനിക്ക് മുലപ്പാൽ തന്ന് എന്നെ വളർത്തി എന്നെ പരിപാലിച്ച് എന്റെ ഉമ്മയാണെന്ന് എനിക്ക് ഉറപ്പ് തന്നെ. എന്റെ വാപ്പയാണെന്നുള്ളത് ഒരു വിശ്വാസമാണ്, അല്ലേ? അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ? ആണല്ലോ. എന്റെ ഉമ്മ തന്നെയാണ്, എനിക്ക് വിശ്വാസം ഉറപ്പാണ്. പക്ഷെ എന്റെ വാപ്പയാണെന്നുള്ളൊരു വിശ്വാസം. ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞതിന്റെ പ്രാധാന്യം. അതൊരു വിശ്വാസത്തിൽ അടിയുറഞ്ഞു നിന്ന് പോവണതാണ്. അത് മാറ്റം വരുത്താൻ കഴിയൂല. ലോകത്ത് എന്തും ജനങ്ങൾ വാദപ്രതിവാദത്തിലേക്ക് ഇട്ട് കളിക്കുകയാണ്, മനസ്സിലാക്കാൻ വഴുകി പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ചോദിക്ക്, പഠിക്ക്. ഞാൻ പറയട്ടെ, ഇതൊരു പക്കാ ബിസിനസ് ആണോ? അല്ലേ, ബിസിനസ് ആണ്. എന്നാൽ ഇത് എന്ത് ബിസിനസ് ആണ്? പരമ്പരാഗത ബിസിനസ് ആണോ? അതിൽ നിന്ന് വല്ല മാറ്റവും ഉണ്ടോ? പരമ്പരാഗത ബിസിനസ്സിൽ ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് സിനിമാ നടന്മാരൊക്കെ പരസ്യം ചെയ്ത് ക്വാളിറ്റി ഉണ്ട് എന്ന് വാദിക്കാറുണ്ട്. അവര് പോലും അത് ഉപയോഗിക്കാറുമില്ല. ബൂസ്റ്റ് ഈസ് മൈ സീക്രട്ട് എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ബൂസ്റ്റ് കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം സീക്രട്ട് പരസ്യം പറയാൻ വന്നതാണ്. അതേപോലെ മോഹൻലാല് കണ്ണൻ ദേവൻ ചായ എന്റെ ഉന്മേഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും രഹസ്യം എന്ന് പറയുന്നു, പക്ഷെ അദ്ദേഹം ചായ കുടിക്കാറില്ല. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ച് റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ എല്ലാവരും കരുതിയിരുന്നോളി, നിങ്ങളെ നാട്ടിലെ കടകളിലൊക്കെ കിട്ടുന്ന മായം ചേർത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും മാറ്റം വരുത്താൻ നിങ്ങളെ നാട്ടുകാരിലെ 4 ആള് തയ്യാറായാൽ നാട്ടുകാർക്കൊക്കെയും ആരോഗ്യപ്രദമായ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയും. കമ്പനി ഇതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഹിമാലയൻ പിങ്ക് സാൾട്ടും ഇറക്കാൻ തുടങ്ങും. ഞാൻ ഹിമാലയൻ പിങ്ക് സാൾട്ട് ആകെ ഒരു 200 ഗ്രാമിന് 120 ഉറുപ്പിക എടുത്ത് വാങ്ങുന്ന ആളാണ്. പക്ഷെ ഇവിടെ കമ്പനി തരുന്നത് 1 കിലോഗ്രാമിന് 120 ഒന്ന് ആലോചിച്ച് നോക്കാം, വ്യത്യാസം നോക്കാം. ഹിമാലയൻ പർവ്വതങ്ങളിൽ നിന്ന് പാറക്കല്ലുകൾ പോലെ ഖനനം ചെയ്ത് കൊത്തിപ്പണിതെടുത്ത് കൊണ്ടുവരാണ്. പാറക്കല്ലാണിത്. വലിയ പാറകൾ പൊടിച്ചെടുത്താൽ തന്നെ അത് കല്ലിന്റെ പാറകളാണ്. ഹിമാലയൻ സാൾട്ട് എന്നാണ് അതിന് പറയാ. വലിയ വലിയ കാലങ്ങളിലൊക്കെ മുനി മഹർഷിമാരൊക്കെ അതേ ഉപയോഗിക്കാറുള്ളൂ. കുടലിന് തണുപ്പേകാനും ശോധന ലഭിക്കാനും രക്തം ശുദ്ധിയാവാനും കാലുകൾക്ക് മസിലുകൾക്ക് പവർ കൂടാനും ഒക്കെ നല്ലതാ. എല്ലിനും ടെൻഡൻസിനും മസിൽസിനും മൂല്യം കൂട്ടും അത്. മാത്രമല്ല അതിൽ അയൺ അടങ്ങിയിരിക്കുന്നു, പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു, മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നു. ഒന്ന് അത്ഭുതപ്പെട്ട് നോക്കൂ നിങ്ങൾ. മഗ്നീഷ്യം എന്താ സാധനം? മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ സോളാണ്. നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും മുഖ്യ പങ്ക് വഹിക്കുന്ന ആളാണ്. മഗ്നീഷ്യത്തെ കുറിച്ച് അമേരിക്കയിൽ പഠനം നടത്തിയല്ല, എൻ്റെ ജേക്കബ് സാറുണ്ട്. അദ്ദേഹം
ഇവിടെ നിന്ന് അമേരിക്കക്കാര് വിമാനത്തിന് അദ്ദേഹത്തിനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോയി വിട്ടുകൊടുക്കുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്റെ സാറാണ്. അമേരിക്ക മാത്രമല്ല, അദ്ദേഹം സഞ്ചരിക്കാത്ത രാഷ്ട്രങ്ങൾ വളരെ കുറവാണ്. എല്ലാവരും ഫ്രീ ആയിട്ട് അദ്ദേഹം കൊണ്ടുപോകും, അവിടെ ക്ലാസ് എടുപ്പിക്കും, ഇവിടെ കൊണ്ടുപോയി വിട്ടുകൊടുക്കും. അങ്ങനെ ഒരു സാറുണ്ട് എനിക്ക്, ജേക്കബ് സാർ. അദ്ദേഹം പറയുന്നത് സോള് എന്ന് നമ്മൾ ആത്മാവാണ് യഥാർത്ഥത്തിൽ മഗ്നീഷ്യം എന്നാണ്. അദ്ദേഹം 36 വർഷത്തോളമായി പനിയെ മാത്രം പഠിക്കുന്നു. പനി എന്ന രോഗത്തെക്കുറിച്ച് മാത്രം 36 വർഷമായി പഠിക്കുന്നു. നമ്മളിത് ചെറിയ ഒരാളായപ്പോൾ എല്ലാം പഠിഞ്ഞു എന്ന് പറഞ്ഞാണ് നടക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ രചനകളും ഇന്ന് വരെ ഖണ്ഡിക്കുവാൻ, അതിനെ എതിർക്കുവാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രവും തയ്യാറായിട്ടില്ല. അമേരിക്കയിലെ വലിയ വലിയ ഡോക്ടേഴ്സ് പോലും അദ്ദേഹം എഴുതിയത് വ്യക്തമായി സമർത്ഥിക്കുന്നു. കറക്റ്റാണ്, അയാൾ പനിയെക്കുറിച്ച് അയാൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊന്നും പഠിച്ചത് പനിയെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നാണ് അവരുടെ ഒക്കെ വാദം. അലോപ്പതി ഡിപ്പാർട്ട്മെന്റിനെ വരെ അദ്ദേഹം വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് പനി എന്താ എന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറയും. നമ്മൾ നിസ്സാരം ഒരു പനി വരുമ്പോഴേക്കും കാൽപോൾ എടുത്ത്, പാരസിറ്റമോൾ എടുത്ത്, ഡോളോ എടുത്ത് കഴിക്കുന്നു. നിസ്സാരം ഈ പനി വന്നതൊരു നിസ്സാരം പനിയല്ല, വലിയ ഒരു പ്രശ്നത്തിന് അതിജയിക്കാൻ ശരീരത്തിനെ പ്രാപ്തമാക്കാനുള്ള ചൂടാണത്. നമ്മൾ അത് ഇല്ലാതാക്കുക ചെയ്യണത്. അവിടെയാണ് പ്രശ്നം. നിങ്ങളൊന്ന് ദോശച്ചട്ടി ചൂടാകുമ്പോഴേക്കിനും ചൂടായി എന്നാണ് പച്ചവെള്ളം പറഞ്ഞു നോക്കാണ്. പിന്നെ എന്നാ നിങ്ങൾ ദോശ ഇടാ? അതിന് ചൂടായാലല്ലേ നടക്കുള്ളൂ. എന്നും ഒരു ശരീരത്തിലെ ബാക്ടീരിയകളെ, വൈറസുകളെ നശിപ്പിക്കാനുള്ള റേഡിയേഷൻ സിസ്റ്റമാണത്. ഈ ജീവജാലങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനാണ് ശരീരം എന്ന പോലെ തന്നെ ഈ പ്രകൃതിയെ ചൂടാക്കാൻ ദൈവം സൂര്യനെ പടച്ചു വിട്ടത്. പ്രവാചകന്റെ ഒരു വചനത്തിൽ കാണാം, നിങ്ങൾ രാവിലെ സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കന്നുകാലികളെ എന്ത് ചെയ്യരുത്? മേയാൻ വിടരുത്, പുറത്തേക്ക് പുല്ല് തിന്നാൻ, പുല്ല് കപ്പി തിന്നാൻ വിടരുത് എന്ന് പറയാന്ന്. അതേപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കന്നുകാലികളെ കൂട്ടിലേക്ക് കയറ്റണം, ആലയിലേക്ക് കയറ്റണം എന്ന് പ്രവാചക ഹദീസുണ്ട്. അങ്ങനെ പറയാൻ കാരണം സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരുപാട് മോശമായ ബാക്ടീരിയകൾ വന്നു ചേരുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരെ അതിവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സൂര്യൻ ഉദിച്ചിട്ട് വൈറ്റമിൻ ഡിയുടെയും ആ ഒരു സൂര്യപ്രകാശത്തിന്റെയും ഹീറ്റേറ്റ് ചൂടേറ്റിട്ട് വേണം അതൊക്കെ നശിക്കണമെങ്കിൽ. ആ നാശം ഉണ്ടെങ്കിലേ മൃഗങ്ങൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനാക്കിയിട്ട് അത് യോഗ്യമാവുള്ളൂ. എന്നാൽ മഞ്ഞോടുകൂടി അവരത് തിന്നാൻ ഇടവന്നാൽ അവർക്ക് വയറുവേദന വരും, പിന്നീട് അസുഖം മാറൂല, അവർക്കത് പറയാനും കഴിയൂല. നമ്മളത് മനസ്സിലാക്കണം. ഒരു പൂച്ചക്ക് വയറുവേദന വന്നാൽ പൂച്ച കറുകപ്പുല്ല് തിന്നും പോയിട്ട്. നായക്ക് വയറുവേദന വന്നാൽ, പട്ടിക്ക് വയറുവേദന വന്നു കഴിഞ്ഞാൽ അത് വൈക്കോല് തിന്നും പോയിട്ട്. അത് പ്രകൃതി അവരെ പഠിപ്പിച്ചു വെച്ചതാണ്. എന്നാൽ മൃഗങ്ങൾക്ക് അങ്ങനെ പറ്റാതെ വരും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഗൗരവത്തിൽ ഉണർത്തുന്നത്. അപ്പൊ നമ്മൾ ഈ ജീവജാലങ്ങളുടെ ഘടികാരം പോലെ മനുഷ്യ ശരീരത്തിലും ചൂടും തണുപ്പും കയ്പും ഒക്കെ ഉണ്ട്. നിങ്ങളെ നാവിന്റെ 5 ഭാഗങ്ങളിൽ മധുരമറിയുന്ന ഭാഗത്തല്ല പുളി അറിയുന്നത്, പുളി അറിയുന്ന ഭാഗത്തല്ല എരിവറിയുന്ന ഭാഗത്തല്ല കയ്പറിയുന്നത്. എന്റെ ഉസ്താദിന് എന്ത് ഭക്ഷണം കഴിച്ചാലും മധുരം അറിയൂലായിരുന്നു. എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉസ്താദിനെ എൻ്റെ നാട്ടിലെ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നു. ഉസ്താദിനോട് പറഞ്ഞു, നല്ല ഡോക്ടറാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാ. ഞാൻ അയാളെ കുറിച്ച് ഒരുപാട് കാലമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ രോഗികളൊക്കെ ഒപ്പം ഇങ്ങനെ പോകട്ടോ. എനിക്ക് രോഗം നോക്കാനൊന്നല്ല, ഓരോ ഡോക്ടർമാരുടെ ട്രിക്കും നേക്കും പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ രോഗികളായിട്ട് അങ്ങനെ പോകും. എന്നിട്ട് അയാൾ എങ്ങനെ നിരീക്ഷിക്കുന്നത്, അയാൾ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അയാൾ എങ്ങനെയൊക്കെ പഠിക്കണം, വാദരോഗികളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്തേക്കേ പോവുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അടുത്തേക്കൊന്നും ഞാൻ പോകില്ല. റിട്ടയർഡ് ആയ ആൾക്കാർക്ക് കാലങ്ങൾ 10,000 ആൾക്കാരെ നോക്കിയ വർഷങ്ങളുടെ പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോ എൻ്റെ ഉസ്താദിന് മധുരം അറിയാത്തൊരു കുഴപ്പമില്ലുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, അത് നിസാരമായിട്ട് കാണേണ്ട ഉസ്താദെ, നമുക്കൊരു പണി ചെയ്യാം. പഞ്ചസാര വായിലിട്ടിട്ട് മധുരം അറിയണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിക്കാം. അപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നാവൊന്ന് നോക്കട്ടെ എന്ന്. അയാളൊരു പാരമ്പര്യമുള്ള ഡോക്ടർ. നാവിന്റെ നടുഭാഗം കുറെ ഭാഗം നശിച്ചു പോയിരിക്കുന്നു, അവിടെ മുറിവായ പോലെ മിനുസപ്പെട്ട് കിടക്കുന്നു, നാവിന്റെ ഒരു ഗുണം അവിടെ ഇല്ല. അപ്പോ ഉസ്താദിനോട് പറഞ്ഞു, ആ ഒരു സംഗതി നശിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് മധുരം അറിയാത്തത് കേട്ടോ.
എന്നാൽ എരിവറിയും, പുളിവറിയും, കയ്പറിയും ഒക്കെ അറിയും. പക്ഷെ മധുരം അറിയുന്ന ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് മധുരം തോന്നുന്നില്ലെങ്കിൽ, രുചി തോന്നുന്നില്ലെങ്കിൽ ഭാര്യനെ കുറ്റം പറയണ്ട. വേറെ പെണ്ണെട്ടിട്ട് കാര്യങ്ങൾ നിങ്ങൾ നാവ് മാറ്റാൻ നോക്കണം. നാവ് മാറണമെങ്കിൽ കുടല് നന്നാവണം. കുടല് നന്നാവണമെങ്കിൽ ഉടൽ മൊത്തം നന്നാക്കുന്ന രക്തം ശുദ്ധിയാവണം. രക്തം ശുദ്ധിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, വെള്ളം ധാരാളം കുടിക്കണം, സുന്ദരമായി ഉറങ്ങണം. ഉറക്ക് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ കിട്ടിയെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. മെന്റലി ഡിപ്രസ്ഡ് ആകുന്നതും ടെൻഷൻ ആകുന്നതും ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞിരിക്കുന്നതും ഒക്കെ ഉറക്ക് ശരിയല്ലാത്ത ആളുകളാണ്. എത്ര ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും അത്രയും ഹൃദയത്തിന് ആരോഗ്യം കൂടുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പുതിയ പഠനം. ഞാൻ മിഞ്ഞാന്ന് പഠിച്ചതാ. ഞാൻ AI ചോദിച്ചു, ഹാർട്ടിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പഠനം എന്താണെന്ന് പറഞ്ഞു തരണമെന്നാണ്. അതാണോ ചോദിക്കുന്നത്? എന്നാൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഹാർട്ടിനെ കുറിച്ച് വന്ന പഠനം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നു. കൂടുതൽ ഉറങ്ങുന്ന ആളുകളിൽ ഹാർട്ടിന് ആരോഗ്യം കൂടുതലാകുന്നു എന്നാണ് പുതിയ പഠനം. നമ്മൾ ചെറിയ കുട്ടികൾ എത്ര മണിക്കൂർ ഉറങ്ങും? ചെറിയ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കുട്ടികൾ എത്ര മണിക്കൂർ ഉറങ്ങും? അറ്റങ്ങൾ 10, 16, 18, 20 മണിക്കൂർ ഉറങ്ങും അല്ലേ? നമ്മളാണെങ്കിലോ 5-6 മണിക്കൂർ ഉറങ്ങുള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ 2 മണിക്കൂർ ഉറങ്ങിയെങ്കിലായി. ഇന്നലെ ഞാൻ രോഗിനെ കാണാൻ പോയിരുന്നു. നാടിയൊക്കെ പിടിച്ച്, പ്രത്യേക അസുഖങ്ങളായിട്ടൊന്നും കാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണിന്റെ 2 ഭാഗത്തും കറുപ്പ് കാണുന്നല്ലോ, അത് മുഴുവനും നീരെടുത്ത് വീങ്ങിയിരിക്കണല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മിഞ്ഞാന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചു. മിഞ്ഞാന്ന് 3 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. മിഞ്ഞാന്ന് 3 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഉറങ്ങിയില്ല. ഇന്ന് വല്ല ഫംഗ്ഷൻ ഉണ്ടോ ചോദിച്ചു. ഇന്ന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫംഗ്ഷനും ഒക്കെ ആയിട്ട് അവസാനം കിഡ്നിയുടെ ഫംഗ്ഷൻ നിർത്തി വെക്കൂട്ടോ എന്ന് പറഞ്ഞു. കിഡ്നിയുടെ ഫംഗ്ഷൻ നിർത്തി വെക്കുന്നതിന്റെ ലക്ഷണമാണ് കണ്ണിന്റെ 2 തടങ്ങളിൽ നീർക്കെട്ട് കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണണ്ട. പ്രഷറിന് സ്ഥിരമായി മരുന്ന് കഴിക്കാറുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രഷറിന് മരുന്ന് കഴിക്കാറുണ്ട് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞു. എന്നാൽ പ്രഷർ എന്ന രോഗം കഴിക്കുന്ന മരുന്ന് അദ്ദേഹത്തിന്റെ കിഡ്നിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ 2 കൺതടത്തിലെ നീരും കറുപ്പും എന്ന് ഞാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. ഇങ്ങനെ അത്ഭുത സിദ്ധിയാണ് മനുഷ്യ ശരീരം. ഈ അത്ഭുതങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിന് സ്തുതി പറയാം. നമ്മളൊക്കെ ഇപ്പൊ കണ്ണുകൊണ്ട് ആനന്ദത്തോടെ കാണുന്നു. നമ്മൾ കാണുന്നത് എന്നാൽ നമ്മൾ കാണുന്നത് പച്ചയാണെങ്കിൽ കണ്ണുകൊണ്ട് പച്ചയെന്ന് കാണുന്നു. എന്നാൽ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണണ്ട, കൈകൊണ്ട് ഇങ്ങനെ തടഞ്ഞാലും പച്ചയാണോ നീലയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ശാസ്ത്രമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് നമ്മളെ കണ്ണും കാതുമാണ് ലോകം എന്നാണ്. യഥാർത്ഥത്തിൽ അതല്ല. എന്നാൽ കണ്ണ് പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. കേൾവി എന്ന കഴിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, കേട്ടറിവ്, കണ്ടറിവ് എന്ന 4-5 ഗുണങ്ങൾ മനുഷ്യർക്കുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഈ പഞ്ചേന്ദ്രിയങ്ങളും ഒരുപാട് ഓർഗൻസുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളെ കണ്ണിന്റെ എന്ത് പ്രശ്നവും ലിവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാ. നിങ്ങളെ വായന്റെ എന്ത് പ്രശ്നവും കുടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാ. നിങ്ങളെ ചെവിടിന്റെ എന്ത് പ്രശ്നവും നിങ്ങളെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുണ്ട്. എന്നാൽ മൂക്കിന്റെ എന്ത് പ്രശ്നവും ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം നിങ്ങളുടെ ഓരോന്നും വ്യക്തമായി ബോധ്യപ്പെടും. എൻ്റെ അടുത്തേക്ക് ഒരു രോഗി വന്നാൽ ആ രോഗിനെ നാടിയൊന്നും പിടിക്കണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും രോഗങ്ങളൊക്കെ. അല്ലാതെ എനിക്ക് രോഗം അയാൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. വ്യക്തമായി ഞാൻ ബോധ്യപ്പെടുത്താൻ. ഞാൻ 4-5 ദിവസം മുമ്പ് ഒരാളുടെ നാടി പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾക്ക് രോഗങ്ങളൊന്നും കാണില്ല, പക്ഷെ വേദന അശക്തമായ ശരീരമാണ്, ശക്തിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ഉള്ള ആളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേദന ഉള്ള ആളാണോ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. വല്ല വീഴ്ചയും ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലായിരുന്നോ. യൂറിക് ആസിഡ് ഒരു ടെസ്റ്റിലും ഒന്നും അറിയുന്നില്ല പറഞ്ഞു. അപ്പൊ അത് മെന്റലി പ്രശ്നമാണ്. ഭർത്താവിന്റെ പ്രശ്നമോ കുടുംബത്തിന്റെ പ്രശ്നമോ താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറം താങ്ങിയ ഒരു പെണ്ണാണത്. അതുകൊണ്ടാണ് ആ വേദന ശരീരത്തിൽ ഏറ്റെടുത്തത്. അതിന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നാ പറയാം. സൈക്കോസൊമാറ്റിക് ഡിസീസ് 85% മരുന്നൊന്നും വേണ്ട. മരുന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ പോലും ആ രോഗം മാറ്റാൻ പറ്റും. മരുന്നാന്ന് തോന്നിപ്പിക്കുന്ന എന്ത് കൊടുത്താലും ആ രോഗം മാറ്റാൻ പറ്റും. അതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളൊക്കെ ഇനി ഭാഗ്യവാന്മാരാണ്. നമ്മളെ കയ്യിലിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വലിയ മഹത്വമുള്ളതാണ്. ആദ്യം നമ്മൾ കഴിക്കാം. നോമ്പാണ് വരാൻ പോണത്. ഈ നോമ്പിന് നമ്മൾ എന്തൊക്കെ ഉൽപ്പന്നം കഴിക്കണം?
നോമ്പ് വരുമ്പോ നമ്മൾ വയറുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹാരമാക്കാൻ പറ്റിയാൽ പിന്നീട് അങ്ങോട്ട് രോഗമില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പ്രവാചക വചനത്തിൽ സൂമു തസിഹു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, വ്രതമനുഷ്ഠിക്കൂ, ആരോഗ്യം വീണ്ടെടുക്കൂ എന്ന് പറയുന്നുണ്ട്. നോമ്പ് മനുഷ്യനെ ക്ഷീണിപ്പിക്കാനുള്ളതാവരുത്, മനുഷ്യനെ രോഗിയാക്കാനുള്ളതുമാവരുത്. ഇല്ലേ? 11 മാസക്കാലം തിന്ന് വയറ് നിറച്ച് ആർമാദിച്ച് തിന്ന ഒരാളെ 1 മാസം ദൈവം പട്ടിണിക്ക് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പട്ടിണി പാവങ്ങളുടെ വിശപ്പിന്റെ മൂല്യം മനസ്സിലാക്കാൻ കൂടിയാണ്. എന്നാൽ പട്ടിണി പാവങ്ങൾക്ക് 11 മാസം ഭക്ഷിക്കാൻ കഴിയാതെ ജീവിച്ച അവർക്ക് 12ാമത്തെ നോമ്പ് കാലം നെരിക്കും ഭക്ഷണം കിട്ടുന്ന മാസമാക്കാനും കൂടി നമുക്കത് കഴിയണം. തിന്നാൻ കിട്ടാത്ത ആളുകൾക്ക് നോമ്പ് തുറക്കാനും നോമ്പ് വിഭവങ്ങൾ ഒരുക്കാനും നമുക്ക് കഴിയുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് നോമ്പ് കാലത്തെ നമ്മൾ വരവേൽക്കേണ്ടത്. വയറിന്റെ പ്രശ്നങ്ങളെ അറിയാൻ സാധിച്ചാൽ തന്നെ രോഗം മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാസ് വന്നു, ചെറിയൊരു ഗ്യാസ് പ്രശ്നം വന്നു, ഇന്ന് തിന്ന ഭക്ഷണം എന്താ നോക്കണമെന്ന്, ഇന്ന് കഴിച്ച ഭക്ഷണം എന്താണെന്ന് നോക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ ഗ്യാസിന്റെ പ്രശ്നം മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടമാണ് പയറ്, ഇഷ്ടമാണ് കടല, ഇഷ്ടമാണ് മമ്പയർ, ചെറുപയർ, ഗ്രീൻ പീസ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ശരീരത്തിന് അത് ഇഷ്ടപ്പെട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ വയറിന് അത് ഇഷ്ടപ്പെടാൻ കഴിയണം, ആമാശയത്തിന് അത് ഇഷ്ടപ്പെടാൻ കഴിയണം, മനസ്സത് ഏറ്റെടുക്കണം. അല്ലാതിരുന്നാൽ ഇഷ്ടത്തിന് പ്രസക്തി ഇല്ല. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമാണൊക്കെ, പക്ഷെ തിന്നാൻ കഴിയൂല, ശരീരത്തിന് അത് ഇഷ്ടമില്ല. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടേ കൊടുക്കൂലേ, ഗർഭിണിയല്ലേ? പക്ഷെ അവർ കഴിക്കുമ്പോഴേക്കിനും ഓക്കാനിക്കുന്നു, ഛർദിക്കുന്നു. ശരീരം പറയുന്നു ഇപ്പൊ അതൊന്നും വേണ്ട, കുറച്ചു നേരം ക്ഷമിക്ക്, ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കളയാനാണ് ഞാനിപ്പോ ശ്രമിക്കുന്നത്, ഛർദിച്ചിട്ടും വയറ്റും നിലക്കിയിട്ടും അതൊക്കെ ഒന്ന് കളയാനുണ്ട്. എന്നാലേ അനക്കുണ്ടാവുന്ന അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആ ഭ്രൂണം അത് വളർന്ന് അതൊരു കുഞ്ഞായി, അതൊരു എല്ലും പല്ലുള്ള നഖവും മുടിയുമുള്ള ബുദ്ധിയും ശേഷിയും ചിന്തയുമുള്ള കുഞ്ഞായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞായി മാറും. അങ്ങനെയാണ് ഛർദി ഉണ്ടാക്കുന്നത്. ജപ്പാനില് പണ്ട് താലിഡോമൈഡ് എന്നൊരു ഗുളിക കണ്ടെത്തി. താലിഡോമൈഡ്, ആ ഗുളികയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ആ ഗുളിക കഴിച്ചാൽ ഛർദി ഉണ്ടാവില്ല ഗർഭിണികൾക്ക്. ഗർഭിണികൾ ഛർദിക്കൂലാന്ന്. അങ്ങനെ താലിഡോമൈഡ് എന്ന ഗുളികക്ക് വലിയ പ്രസക്തി ഏറുകയും എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അമേരിക്ക മാത്രം അത് അംഗീകാരം നൽകിയില്ല. ബാക്കി എല്ലാ രാജ്യവും അംഗീകരിച്ചു. ജപ്പാൻകാർക്കാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. ജപ്പാൻകാരായ ആളുകളുടെ ക്രെഡിറ്റ് ആയിരുന്നു ഗർഭിണികൾ തീരെ പ്രസവം വരെ ഛർദിക്കാത്ത ഒരു ഉൽപ്പന്നം അവർ കണ്ടെത്തി. താലിഡോമൈഡ് എന്നാണ് അതിന്റെ ഗുളികയുടെ പേര്. അന്ന് അമേരിക്കയുടെ FDA ഫുഡ് എന്താണ് FDA സ്ഥാനത്ത് FDA സ്ഥാനത്ത് അന്ന് ഉള്ളത് ഫ്രാൻസിസ് കെൽസി എന്ന് പറയുന്ന ഒരു പെണ്ണായിരുന്നു. ഫ്രാൻസിസ് കെൽസി എന്ന പെണ്ണാണ് അന്ന് FDA സ്ഥാനത്ത് നിന്ന്, WHO നേതൃത്വത്തിൽ FDA സ്ഥാനത്തുള്ളത്. ആ FDA സ്ഥാനത്ത് നിൽക്കുന്ന അവര് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് FDA എന്ന് പറഞ്ഞാൽ. അതിന്റെ സ്ഥാനത്ത് ഫ്രാൻസിസ് കെൽസി എന്ന പെണ്ണാണ് ഉണ്ടായിരുന്നത് അമേരിക്കയിൽ. അവളോട് പറഞ്ഞു, ഞങ്ങൾ ഈ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, എല്ലാ രാജ്യവും അംഗീകാരം തന്നിട്ടുണ്ട്, നിങ്ങൾ ഇതിലൊന്ന് ഒപ്പുവെക്കണം എന്ന് പറഞ്ഞു. ഞാനിതിൽ ഒപ്പുവെക്കൂലായിരുന്നു അവള്. അതെന്താ കാരണം എന്ന് വെച്ചു. ഞാനൊരു പെണ്ണാണ്, ഈ പെണ്ണുങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള പ്രസവം വരെ നീണ്ടു നിൽക്കുന്ന, അല്ലെ 3-4 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഛർദി എന്ന പ്രതിഭാസം അത് ദൈവികമാണ്, ശരീരം ചെയ്യുന്നതാണ്. അതിനെതിരെ ഒരു ചികിത്സ കണ്ടെത്തുക എന്നുള്ളത് ശരിയല്ല. അങ്ങനെ വന്നാൽ പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ ഒപ്പിടൂല എന്ന് പറഞ്ഞു. അങ്ങനെ മലയാള മനോരമയ്ക്ക് എഴുതിയിരുന്നു, കോഴ കൊടുത്തിട്ട് പോലും, ഒരുപാട് പൈസകൾ വാഗ്ദാനം ചെയ്തിട്ട് പോലും അമേരിക്ക അംഗീകരിച്ചിട്ട് പിന്നെ എല്ലാ ലോകരാജ്യവും അംഗീകരിക്കൂലേ? അമേരിക്ക മാത്രം അംഗീകരിക്കാത്തതുകൊണ്ട് കോഴ കൊടുത്തു, ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ ആ പെണ്ണിന് കൊടുത്തു. അവള് പറഞ്ഞു ഞാൻ ഒപ്പിടൂല. അന്ന് മലയാള മനോരമ പത്രം എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്, കോഴക്ക് വഴങ്ങാത്ത ആർച്ചവം എന്ന് ഒരു പെണ്ണിനെ പറ്റി എഴുതിയതാ. ആ പെണ്ണ് പറഞ്ഞു, ഞാനൊരു പെണ്ണാണ്, പെണ്ണുങ്ങളെ പ്രതിപാദിക്കുന്ന വിഷയമാണിത്, പെണ്ണുങ്ങൾക്ക് വല്ല പ്രശ്നം ഇതിന്റെ പേരിൽ വരികയാണ് ഞാൻ അതിന് ഉത്തരവാദിയാകും, ഞാൻ ഒപ്പിടൂല. അവസാനം നിർബന്ധിച്ചപ്പോ എല്ലാ സയന്റിസ്റ്റുമാരും, എല്ലാ രാഷ്ട്രത്തിലെ സയന്റിസ്റ്റുമാരും എതിർത്തപ്പോ അവള് പറഞ്ഞൊരു വാചകമുണ്ട്,
ഇത് പ്രസവിക്കപ്പെടുന്ന കുട്ടിയെ വെച്ച് എനിക്കൊന്ന് പരീക്ഷണം നടത്താനുണ്ട്. ഉമ്മമാര് ഛർദ്ദിക്കുന്നില്ല, ഓക്കെ, അമ്മമാർക്ക് നല്ല സുഖമുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു, അത് നല്ല റിസൾട്ട് ഒക്കെ തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന കുഞ്ഞിനുണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് എനിക്കൊന്ന് പഠിക്കണമെന്ന്. അങ്ങനെ കാത്തിരുന്നു. ഒരു 8 മാസം 9 മാസം 10 ദിവസമൊക്കെ അല്ലേ കാത്തിരിക്കാനുള്ളൂ. കാത്തിരുന്ന് നോക്കുമ്പോൾ കണ്ട പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, എല്ലാ പ്രസവിക്കപ്പെട്ട കുട്ടികൾക്ക് എന്തുണ്ടായിരുന്നില്ല? കയ്യും കാലും ഉണ്ടായിരുന്നില്ല. വൈകല്യമുള്ള മക്കളായിരുന്നു. അപ്പൊ നമ്മളെ ശരീരത്തിന് ദൈവം നൽകുന്ന ഒരുപാട് എതിർപ്പുകളും പനികളും ഒക്കെ, ഞാൻ അതിലേക്കാ വരുന്നത്. നമ്മുടെ ശരീരം തരുന്ന പനി എന്നുള്ളത് നിസാരമൊന്നുമല്ല. ശരീരത്തിലെ ഒരു പ്രതിഭാസമാണ്. വലിയ രോഗങ്ങളെ കടത്തിവിടാതിരിക്കാൻ ചെയ്യുന്ന ഒരു ഊർജമേറിയ പ്രവർത്തനമാണ്. അത് നമ്മൾ ആദ്യം പഠിക്കണം. പനി രോഗമല്ല പഠിക്കണം. നമ്മൾ ബിലോ 37 കഴിക്കുമ്പോൾ പോലും ഒന്നുവിധം 3 നേരം 8 മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ഓരോന്ന് വിധം കഴിച്ചിട്ട് 3 ദിവസം വരെ അങ്ങനെ പരീക്ഷിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മളെ കമ്പനി പറയുന്നു നിങ്ങൾ ഡോക്ടറെ കാണിക്കണമെന്ന്. കാരണം അത് നിസാരമായൊരു പനി ആയിരിക്കില്ല എന്ന്. എന്നാൽ 90% രോഗങ്ങളും നിസാര പനികളായി വന്ന് അതങ്ങോട്ട് മാറുന്നതാണ്. ഒരു ജലദോഷ പനിയെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടായാൽ ശ്വാസകോശം ഒന്ന് ക്ലീൻ ആവും. മൂക്കുന്നൊന്ന് ഒലിച്ചു പോയാൽ. ജീവിതത്തിൽ തീരെ കരയാത്തവരുണ്ട്, ജലദോഷം ഇല്ലാത്തവരുണ്ട്. അങ്ങനത്തെ ആളുകൾ പേടിക്കണം. അവരുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വളരാൻ സാധ്യത കൂടുതലാണ്. ഇടക്കൊന്ന് കരയണം. തബ്കൂഫ തുബാക്കൗ എന്നൊരു വചനമുണ്ട്. നിങ്ങൾ കരയുവീൻ, അല്ലെങ്കിൽ കരയാൻ ശ്രമിക്കുവീൻ എന്ന് പ്രവാചകൻ പറയാറുണ്ട്. നിങ്ങൾ കരയുവീൻ, അല്ലെങ്കിൽ കരയുന്നവരുടെ കൂടെ കൂടി കരയാൻ ശ്രമിക്കുവീൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? കരഞ്ഞാൽ ഒരുപാട് പ്രതിവിധിയാണത്. എനിക്ക് ഓർമ്മയുണ്ട്, അത്തിപ്പറ്റയിൽ ജീവിച്ച വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാന്റെ അടുത്ത് കണ്ണ് ജീവിതത്തിൽ കണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, എന്റെ കുട്ടിക്ക് ഇപ്പൊ 24 വയസ്സായി. എന്റെ കുട്ടിനെ 2ാമത്തെ വയസ്സിൽ കവിന്ന് കിടന്ന് കളിപ്പിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്നാണ് എന്റെ കണ്ണ് അസഹ്യമായി വേദനിച്ചതും മങ്ങലേറ്റതും. പിന്നെ 2 കണ്ണും നഷ്ടപ്പെട്ടു, കാഴ്ച പോയി. അങ്ങനെ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് അദ്ദേഹം ചെന്ന് പറഞ്ഞതാണ്, എന്ത്, എനിക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടണം എന്ന്. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 21 ദിവസം നിങ്ങൾ മജ്‌ലിസ് നൂർ എന്ന പരിപാടിയിലൊന്ന് പങ്കെടുത്താൽ മതി എന്ന്. അങ്ങനെ തുടഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് അദ്ദേഹം, ഇവിടെ കിടന്നോ, എന്റെ കാലുമ്മ തല വെച്ച് നീ കിടക്ക് എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ നമ്പർ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, പത്രത്തിലൊക്കെ വന്നിരുന്നു അദ്ദേഹത്തിന്റെ കഥകള്. വടിയും പിടിച്ചിട്ട് കണ്ണ് കാണാത്ത ആളുകളുടെ ആ കറുത്ത കണ്ണാടിയും വെച്ച് ഇങ്ങനെ പോണതൊക്കെ പത്രത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിനോട് ഇപ്പൊ 21 ദിവസം പറഞ്ഞ ആ 21ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെ മഹാന്മാരുടെ ചില വചനങ്ങൾക്ക് കഴിവുണ്ടാവും. അത് നമ്മളെ വിധിയും ഒത്തു വരണം. ആ മഹാൻ മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസം ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മക്കളില്ല, മക്കളുണ്ടാവാൻ പ്രാർത്ഥിക്കണമെന്ന്. അദ്ദേഹം അന്ന് മറുപടി കൊടുത്തത് എന്താണെന്നറിയോ? നിങ്ങളൊരു പണി ചെയ്യണം, രാത്രിയില് എഴുന്നേറ്റ് നിസ്കരിക്കണം. അത് ഹിന്ദുക്കളോടൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിസ്കരിച്ചിട്ട് ദൈവത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ കുറെ കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് 2 കണ്ണുനീര് ഇങ്ങോട്ട് ഉറ്റും. ആ ഉറ്റുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തോട് മക്കളെ തരണേ എന്ന് പറയണം. എന്നാൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണുനീരൊരു പരിഹാരമാണ്. അത് ഹൃദയം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രം വരുന്നതാണ്. അഭിനയിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല, അഭിനയിക്കാൻ കഴിയുന്നതല്ല അത്. കണ്ണുനീരിന് സന്തോഷത്തോടെ കരയുമ്പോൾ ഉപ്പ് രുചി ഉണ്ടാകൂല, ദുഃഖത്തോടെ കരയുമ്പോൾ മാത്രമേ ഉപ്പ് രുചി ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കണ്ണുനീരും അതുപോലെ തന്നെ ജലദോഷവും നമ്മുടെ പനിയും നമ്മുടെ കുരയും ഒന്നും ഒരു രോഗമല്ല. നിങ്ങളൊക്കെ കുര രോഗമാക്കി വെച്ചു, അതാ പ്രശ്നം. കുര എന്നുള്ളത് ശരീരം രോഗം മാറ്റാൻ വേണ്ടി കാണിക്കുന്ന ഒരു സിദ്ധാന്തമാണ്, ഒരു സിസ്റ്റമാണ്. കുരയല്ല രോഗം, കഫമാണ് രോഗം. അത് പഠിക്കണം. കഫമാണ് രോഗം, കുരയല്ല രോഗം. കുരക്കല്ല മരുന്ന് കഴിക്കേണ്ടത്, കഫത്തിനാണ് മരുന്ന് കഴിക്കേണ്ടത്. നമ്മള് കുരയെ നിർത്താനാണെങ്കിൽ നമ്മളെ കഫനിൽ കഴിച്ചു കഴിഞ്ഞാൽ നായന്റെ കുര നിൽക്കൂലേ? നായക്ക് നിങ്ങൾ കഫനിൽ എടുത്തിട്ട് കുര നിർത്താൻ കഴിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
നമ്മളെ സയന്റിസ്റ്റ് കൊര നിർത്താനല്ല അത് ഇറക്കിയത്. നമ്മളെ സയന്റിസ്റ്റ് കഫരോഗം ഇല്ലായ്മ ചെയ്യാനാണ് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, തുളസി, ആടലോടകം, കച്ചോലം, കറ്റോലം, ചെറുവഴുതിനൊക്കെ ചേർത്തിട്ട് കഫ്നിൽ എന്ന പ്രൊഡക്റ്റ് ഇറക്കി തന്നത്. സ്റ്റിറോയിഡ് ഇല്ലാതെ, ആൽക്കഹോൾ ഇല്ലാതെ ആയുഷിന്റെ പ്രീമിയം ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി തന്നു. നമുക്ക് അന്തസ്സിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ കുട്ടികളുടെ ഡോക്ടർമാരെ പഠിപ്പിച്ചു കൊടുക്കുക, ഇതിന്റെ മൂല്യം പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 1000 കഫ്നിൽ കൊണ്ടേ കൊടുത്തുക. ആ ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിന് ജോലി ഉണ്ടാവില്ല. പിന്നെ ആയുർവേദ കൊണ്ടേ കൊടുത്തോക്കാം. നിങ്ങൾ 2 വർഷം കഴിഞ്ഞാൽ ആയുർവേദ കൊടുത്ത ഡോക്ടർക്ക് പിന്നെ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയൂല. കാരണം ആ നാട്ടിൽ രോഗികൾ ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന ഓരോ ഉൽപ്പന്നം വീണ്ടും വീണ്ടും രോഗികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാ. അവിടെയാണ് പ്രശ്നം. എന്നോട് ഇന്നലെ ആരോന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയാണ് മെഡിക്കൽ കോളേജിന്റെ നേരെ ബാക്കുന്ന ഈ സംസാരം. മെഡിക്കൽ കോളേജിന്റെ ഇപ്പുറത്തുനിന്ന് ഒരു 100 മീറ്റർ ഇപ്പുറത്തുനിന്ന് ആ സംസാരം. ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ വാതിലിന്റെ അവിടെ നിന്നാണ് ഞാൻ ഈ കാറ് തിരിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നിന്ന് അങ്ങനെയാണ് മെഡിക്കൽ കോളേജില് പിന്നെ നിങ്ങളെ പ്രൊഡക്റ്റ് ആണ് കൊടുത്താൽ പോരേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി നമുക്ക് കൊടുക്കാന്ന്. നടക്കാത്ത വല്ല കാര്യം വരാൻ പറഞ്ഞു. ഓരോ നാട്ടിലൊക്കെ ഇപ്പൊ കുറച്ച് ആ ഭാഗങ്ങളിലൊക്കെ പുതിയണ്ണിന്റെ വീട്ടിലാണ് പുതിയാപ്പിള പോയി നിൽക്കല്. നമ്മൾ പറയാണ് നിങ്ങൾക്കൊക്കെ ഇതൊന്നും കൊണ്ട് ഇല്ലാതാക്കിക്കൂടെ? പുതിയണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കണം, പുതിയാപ്പിൾക്ക് ഒരു വീടില്ലെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു നാട്ടുപായി മാറിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റൂല നമുക്ക്. പോലീസ് കള്ളനെ പിടിക്കൽ തുടങ്ങിയിട്ട് എത്ര കാലം? എന്താ കള്ളന്മാര് തീരാത്തതെന്ന് പറഞ്ഞ മാതിരി ലോകത്ത് ഇത് എന്നും ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടാവണം. കള്ളന്മാർക്കും വേണ്ട ഇവിടെ ജീവിക്കാം. നമ്മൾ വെട്ടികളാവാതിരിക്കാൻ വേണം നോളജ് വേണം. നോളജ് ഈസ് കീ ടു സക്സസ്. ജീവിത വിജയത്തിന്റെ താക്കോൽ അത് അറിവാണ്. മൂല്യമേറിയ അറിവാളന്മാരിൽ നിന്ന് അറിവ് ശേഖരിക്കാൻ പഠിച്ചാൽ പിന്നെ ടെൻഷൻ വേണ്ട. നിങ്ങൾ വെറും ഒരു റബ്ബർ കാട്ടിൽ കുറച്ച് തേനീച്ചക്കൂട് വെച്ചിട്ട് റബ്ബർ തേന മാത്രം ഉണ്ടാക്കിയാൽ ഔഷധ മൂല്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അവിടെ പൂക്കൾ ഉണ്ടാവണം, അതിൻ്റെ അടുത്ത് തെങ്ങ് ഉണ്ടാവണം, അതിൻ്റെ അടുത്ത് കവുങ്ങ് ഉണ്ടാവണം. എല്ലാ പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കുന്ന തേനീച്ചകളെ കിട്ടിയാലേ നിങ്ങളെ രോഗം മാറ്റാൻ കഴിയുള്ളൂ. വെറും തേനല്ല തേൻ, തേനിലെ ചേരുവകളാണ് തേൻ. എൻ്റെ ആദിവാസി വൈദ്യർ എന്നോട് പറഞ്ഞു, അഷ്റഫേ അനക്ക് ഞാൻ തേൻ ഉണ്ടാക്കി തരാം, എൻ്റെ ഒപ്പം കാട്ടിലേക്ക് വാ. എങ്ങനെയെന്ന് മനസ്സിലാക്കി തന്നത് എന്നോട് പറഞ്ഞത് എന്താ അറിയോ? ചില ഇലകളെടുത്ത്, ചില ചെടികളെടുത്ത് അത് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ നിനക്ക് തേൻ ഉണ്ടാക്കി തരാം. നീ ഏത് ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താലും അത് തേനാണെന്ന് തെളിയിച്ചും തരാം. പക്ഷെ അത് തേനല്ലട്ടോ എന്ന് എനിക്കും അറിയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ ശാസ്ത്രീയമായി ഇതൊക്കെ പഠിച്ചവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനോട് സംവദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാനൊരു ദിവസം 33ഓളം ചേരുവകളുള്ള ഒരു എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ഞങ്ങൾ ഏൽപ്പിച്ചു. ഒരു ചേരുവ മാത്രം കിട്ടിയില്ല, 32ഉം കിട്ടി, ഒന്ന് മാത്രം കിട്ടിയില്ല. എത്രയോ അന്വേഷിച്ചു, ഞാനും ജ്യേഷ്ഠനും കൂടി, നടന്നില്ല. അവസാനം ഞങ്ങൾ ജ്യേഷ്ഠൻ ചൂടാവും, നല്ല പ്രകൃത ദേശമുള്ള ആളാ. ജ്യേഷ്ഠൻ പറഞ്ഞു ഇതൊക്കെ ഇത് കേട് വന്ന് പോകണം, നിങ്ങൾക്ക് ഇതൊന്നും എണ്ണ ഉണ്ടാക്കി തരാൻ സൗകര്യം ഉണ്ടോ ചോദിച്ചു. മൂപ്പരാൻ അതിനെല്ലാ മൂപ്പര അങ്ങനെ പറയാം. ദേഷ്യം പിടിച്ച് നമ്മൾ പറഞ്ഞു വിചാരിച്ചിട്ട് ദേഷ്യത്തിന് മറുപടി പറയില്ല. അതൊരു ക്വാളിറ്റിയാ. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്. നിങ്ങൾക്ക് ഇത് ചൂടായിക്കാണ് ജ്യേഷ്ഠൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരാൻ സൗകര്യം ഉണ്ട്, എന്റെ പൈസയാണ് ഈ പോണെന്നൊക്കെ പറഞ്ഞു. അതിനെല്ലാ ചേരുവയും കിട്ടിയോ ചോദിച്ചു. അപ്പൊ ഒന്നല്ലേ കിട്ടാനുള്ളൂ പറഞ്ഞു. അത് കിട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാട്ടോ പറഞ്ഞു. അങ്ങനെ ഞാനും ജ്യേഷ്ഠനും 500 റുപ്യക്ക് എണ്ണ അടിച്ചിട്ട് ഇവിടുന്ന് കോഴിക്കോട് പോയിട്ടാണ് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. ഒറ്റ ചെറിയ സാധനമാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ എണ്ണയിൽ കളർ ചേർക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഈ എണ്ണക്ക് സുഗന്ധം ചേർക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ആ ചേരുവയിൽ അത് ചേരാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. നിങ്ങൾ പറഞ്ഞ മാതിരി എണ്ണ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിക്കോ. എന്റെ അച്ചച്ചനോ അച്ചച്ചന്മാരുടെ അച്ചച്ചന്മാരോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ഈ കളവ് ചെയ്യാൻ. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് തരണമെങ്കിൽ എനിക്കത് ആത്മാവിശ്വാസത്തോടു കൂടി കൊടുക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ തൈലം തന്നെ ആവണം, എണ്ണ ആവണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്റെ ഗുരുവാര്യരും കൂടിയാണ്, എനിക്ക് അഭിമാനിക്കാൻ പറ്റും. രോഗികളെ ചികിത്സിക്കാൻ വരുന്ന സമയത്ത് ഒരു 10-100 കുപ്പി കൊണ്ടുവരും. ഒരുപാട് കവറിലാ കൊണ്ടുവരും, ഒരുപാട് സഞ്ചികളിൽ. ഒരൊറ്റ കുപ്പിന്റെ മുകളിലും അദ്ദേഹം പേരെഴുതിയത് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് സ്മെല്ലയും എടുക്കും, സ്മെല്ലയും കൊടുക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ, ഈ ആദിവാസികളെ തട്ടിപ്പ് നമുക്ക് പഠിക്കാനും കഴിയണില്ല. എത്ര കാലം ഒപ്പം നടന്നിട്ട് പഠിപ്പിച്ചും തരണില്ല ഇവർ. ഇക്കൊക്കെ പഠിപ്പിച്ചു തരുമെങ്കിലും അദ്ദേഹം ഈ ട്രിക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കൂല. അങ്ങനെ ഞാൻ അയാളൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അറിയോ? ഇയാൾ എപ്പോ മുട്ടുവേദനക്കാർ വന്നാലും കൊടുക്കുന്ന ഒരു തൈലുണ്ട്. കുപ്പിയൊക്കെ ഒരേപോലെ 10-200 കുപ്പി ഇങ്ങനെ ഇരിക്കും.
അപ്പൊ ഞാൻ ആ തൈലം എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റി വെച്ചു. ഞാനാണല്ലോ വെക്കണത്, എനിക്ക് അറിയാൻ പറ്റൂല എവിടെ ഞാൻ വെക്കണതെന്ന്, എത്രാമത്തെ കുപ്പിയാ ഞാൻ വെക്കണതെന്നൊക്കെ എനിക്ക് അറിയണം. ആര് വന്നാലും അദ്ദേഹം ജസ്റ്റ് കുപ്പി ഒന്നിങ്ങനെ മണക്കും, എന്നിങ്ങനെ സ്മെല് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് എടുത്തു കൊടുക്കാം. അപ്പൊ ഞാൻ ഈ കുപ്പി മാറ്റി വെച്ച വിവരം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞാൻ ചെയ്ത പണിയാണ്. അങ്ങനെ എന്റെ ഗുരുവര്യര് വന്നു, മുട്ടുവേദന ഉള്ള ഒരാൾ വന്നു, എന്റെ മനസ്സിൽ ഇപ്പുണ്ട് ഈ മൂന്നാമത്തെ കുപ്പി എടുത്ത് അദ്ദേഹം അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ കുപ്പി ഞാൻ അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അവിടെയുള്ള കുപ്പി ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹം മണത്ത് നോക്കിയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ആ രോഗി വന്നപ്പോ മൂന്നാമത്തെ കുപ്പി എടുത്തു, സ്മെല് ചെയ്തു, ഒന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി, ശേഷം ഒന്നും കൂടി സ്മെല് ചെയ്തു, എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നി. എന്റെ മനസ്സിങ്ങനെ പെടക്കാൻ തുടങ്ങി, ഇവിടെ എന്തോ അടി പൊട്ടണ പരിപാടി നടക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം, ഞാൻ ആയുർവേദത്തിനൊക്കെ പ്രസക്തിയും സത്യമുള്ള അടുത്ത് ചെന്ന് പെട്ടാലുള്ള അത്ഭുത സിദ്ധികളും ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യന്റെ പ്രത്യേകതയൊക്കെയാണ് ഞാൻ ഈ ചിന്തിപ്പിക്കുന്നത് നിങ്ങളെ. ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ അതിന്റെ അത്ഭുതം കാണും. അത് ചേർത്താൻ പറ്റാത്തത് ചേർത്തൂല, ചേർത്താൻ പറ്റുന്ന സാധനം ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പ്രൊഡക്റ്റ് ഇറക്കൂല. അതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന് നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മൾ ഇതിൽ അറിയാതെ വന്ന് പെട്ടതാണ്, ഇനി നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം, നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റു, ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു, മുഖഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. രോഗികൾ അങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. തിരക്കുള്ള സമയത്ത് ഞാൻ ഈ പണി ഒപ്പിച്ചതിന് അദ്ദേഹത്തിന് നല്ല ദേഷ്യം ഉണ്ടാവും. അദ്ദേഹം എഴുന്നേറ്റ് പോയിട്ട് ഓരോ കുപ്പികളും എടുത്ത് ഇങ്ങനെ സ്മെല് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊന്ന് അത്ഭുതപ്പെടാണ്, എൻ്റെ മനസ്സ് വല്ലാതെ പതച്ചുപോയി. ഒരു സ്മെല്ല് മനസ്സിന് കിട്ടിയാൽ അടുത്ത സ്മെല്ല് അതിലേക്ക് മിക്സ് ആകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവൂലേ. നിങ്ങൾ അത്ര കച്ചവടക്കാരടുത്ത് പോയി നോക്ക്, അവരടുത്ത് കാപ്പിക്കൂര് ഉണ്ടാവും ഒരു പാത്രത്തിൽ. അത് എന്തിനാന്നറിയോ? എനിക്ക് സാബിർ സാർ പഠിപ്പിച്ചെന്നാണ്, നമ്മളെ പെരുമ്പിലാവ് സാബിർ സാർ. അത് എന്തിനാന്ന് വെച്ചാല് ഒരത്തറ നമ്മളെ കൈമാക്കി തരും, നമ്മൾ സ്മെല് ചെയ്തു, അത് വേണ്ട വേറെ തരും, അതും സ്മെല് ചെയ്തു. അപ്പൊ ആ വിചാരിച്ച സ്മെല്ല് മനസ്സിലേക്ക് കയറിപ്പോയ മൂക്കിൽ തട്ടി നിൽക്കുന്ന വേറെ സ്മെല്ല് അവിടെ ഇല്ല. അപ്പൊ ഏതാന്ന് മിക്സ് ആവുമ്പോ അറിയൂല. അപ്പൊ അതിനെ ഒരു സ്മെല്ല് കൊടുത്തു കഴിഞ്ഞാൽ പോലെ ഈ കാപ്പിക്കൂര് ഒന്ന് മണക്കാൻ പറയും. അപ്പൊ പിന്നെ ആദ്യത്തെ സ്മെല്ലിന്റെ ആ ഗുണം നഷ്ടപ്പെട്ടു, ഇനി പുതിയൊരു സ്മെല്ല് എടുക്കണ പോലെ തോന്നുന്ന. അതാണ് അതിന്റെ ഹിക്മത്ത്, തന്ത്രം. ഞാൻ ഈ ആദിവാസി ചെയ്യണത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എഴുന്നേറ്റ് 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 പോയിട്ട് അവസാനം ഞാൻ വെച്ച ആ കുപ്പി അദ്ദേഹം കണ്ടെത്തി. എന്നിട്ട് ആ കുപ്പി അവിടുന്ന് എടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുപോയി വെച്ച്, ഈ കുപ്പി എടുത്തിട്ട് അദ്ദേഹം അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് ഇന്നങ്ങോട്ട് വിളിച്ചു, ഇവിടെ വാന്ന് പറഞ്ഞു. എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വേണ്ടട്ടോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. എന്നോട് അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ തല മുതൽ കാല് വരെ ഇങ്ങനെ നോക്കി വേണ്ടട്ടോ എന്ന് പറഞ്ഞു. ഞാൻ തുറന്നാണ് പറഞ്ഞു, നിങ്ങൾക്ക് അറിവുണ്ടോ നോക്കാൻ, പരീക്ഷിക്കാൻ ഞാൻ ചെയ്തു തന്നെയാണ്, ഇനി ഞങ്ങളെ വിട്ടു പോവില്ല പറഞ്ഞു. ഞാൻ മനസ്സിലായില്ലേ? അതേ പറഞ്ഞു, അഷ്റഫേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഇത്ര കാലമായിട്ട് ഇത്ര നല്ലൊരു ശിഷ്യൻ എപ്പോഴാ കിട്ടിയത്. എന്നെ പരീക്ഷിക്കണം, എന്നെ നിരീക്ഷിക്കണം. ഞാൻ ചെയ്യണതും പഠിപ്പിച്ചു തന്നതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യണമെങ്കിൽ അതിൽ സത്യം വേണം. എന്റെ കുട്ടി ഇത് ചെയ്തോട്ടോ, നീ തളരൂലട്ടോ നിന്നോട് അപ്പൊ പറഞ്ഞതാ. മനസ്സിലായില്ലേ? നമ്മളെ ഗുരുവര്യന്മാരിൽ നിന്ന് കിട്ടിയത് സത്യസന്ധമായ വഴികളായിരുന്നു. അവരെ തേടി മാത്രമേ നമ്മൾ യാത്ര പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് മൈ ലൈഫിനെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കാരണം ഇറാനിൽ നിന്ന് വരേണ്ട കുങ്കുമം ചേർത്തുണ്ടാക്കേണ്ട കവച് പ്രാശ് എന്ന ഉൽപ്പന്നം കുറച്ചു കാലം ഞങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. 10 ഓർഡർ ചെയ്താൽ 2 കിട്ടിയിരുന്നുള്ളൂ. ഞാനൊക്കെ വന്ന സമയത്ത്, കൊറോണന്റെ സമയത്ത് 10 ഓർഡർ ചെയ്താൽ 2 തരും. അതാ ഇരിക്കണ 50 ഞങ്ങൾക്ക് വന്ന് 10 താടാ, പറ്റൂല. ഒരൈഡിയയിൽ 2 കൊടുക്കാൻ കമ്പനിയുടെ ഓർഡർ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചൊക്കെ, കമ്പനിക്ക് പൈസയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ 10 കൊടുത്താൽ കച്ചവടം ആവൂല. എന്താ കമ്പനി കൊടുക്കാത്ത? കമ്പനിക്ക് കച്ചവടമാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പരസ്യമിട്ടാ പോരെ, എന്താ കൊടുക്കാത്തത്? കമ്പനിക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് നേരിട്ട് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ പോരെ, എന്തിനാ എത്ര ഡിസ്ട്രിബ്യൂട്ടർമാരെ വെച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം? ഈ പറഞ്ഞേ കേൾക്കാത്ത, മീറ്റിങ്ങിന് വരാത്ത, സൂമിൽ കയറാത്ത ഈ ഒരു ജാതികളെ മൊത്തം ഇങ്ങനെ മെരുക്കി ഭരിക്കേണ്ട ആവശ്യം എന്താ കമ്പനിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കമ്പനിയുടെ നിലനിൽപ്പിന് നമ്മൾ ആവശ്യമാണ് എന്ന് കമ്പനി തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെ സ്ഫുടം ചെയ്തെടുത്ത് ക്വാളിറ്റി ഉള്ള ആക്കി തരുന്നത്. ഞാൻ പറയട്ടെ, ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിങ്ങൾ വന്നിരുന്ന എന്നുള്ള സ്വഭാവമാണോ ഇന്ന് നിങ്ങൾക്കുള്ളത്? നിങ്ങളെ ദേഷ്യവും വാശിയും ഇപ്പൊ എവിടെ പോയി? നിങ്ങളെ പുകവലി എന്ന ദുർഗുണം ഇപ്പോൾ എവിടെ പോയി? കള്ള് കുടിച്ചിരുന്ന നിങ്ങളുടെ ദുസ്വഭാവം നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ പോയി? നിങ്ങളുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ അത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
നിങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിരുന്ന ആളല്ല ഇന്ന്, ഇന്നുള്ളവനല്ല നാളെ. ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ സഞ്ചരിക്കുന്ന കാറും നിങ്ങൾ ഉപയോഗിക്കുന്ന വീടും നിങ്ങളുടെ ജീവിതവും നിങ്ങളൊന്ന് ഇപ്പോൾ കാണാനുള്ള കണ്ണും, തൃക്കണ്ണ് എന്നാണ് അതിന് പറയാ. മൂന്നാമത്തെ കണ്ണ്, തൃക്കണ്ണ് കൊണ്ട് നോക്കുക എന്നാണ് പറയാ. തേർഡ് ഐ, ഓപ്പൺ യുവർ തേർഡ് ഐ. നിന്റെ മൂന്നാം കണ്ണ് നീ തുറക്ക് എന്നാണ്. 2 കണ്ണ് ഒന്നിനും പറ്റൂലടോ. 3-ാം കണ്ണ് കൊണ്ട് തുറക്ക്, എന്നിട്ട് സമൂഹത്തിനെ നോക്ക് എന്നാണ്. മുഖക്കണ്ണടക്കുൾ തുറക്കട്ടെ മാട, മൂടിട്ടെ പൊൻചെപ്പിൽ മുത്തുണ്ട് കാട. മൂടിട്ട പൊന്നിന്റെ ഒരു പെട്ടി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, പൊന്നു കൊണ്ടുണ്ടാക്കിയ പെട്ടിയാണെങ്കിൽ അതിന്റെ അർത്ഥം പൊന്നിനേക്കാൾ വിലയുള്ള എന്തോ ഒന്ന് ഉള്ളിൽ വെക്കാനുണ്ട് എന്നാണ്. മുത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ. പൊന്നിനേക്കാൾ വിലയുള്ള, വിലമതിക്കാത്ത ഒറ്റക്കനി മുത്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിന് കോടികളല്ല, വിലമതിക്കൂല. അത്രമാത്രം വലിയൊരു മൂല്യമുള്ള ഉൽപ്പന്നമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആ സ്വർണം കൊണ്ട് പെട്ടി ഉണ്ടാക്കിക്കിടന്ന് മനസ്സിലാക്കിക്കോ. നിന്റെ മുഖക്കണ്ണടച്ചോ, എന്നിട്ട് ഉൾക്കണ്ണ് തുറന്നോ, എന്നിട്ട് നോക്കിക്കോ. അങ്ങനെ 10 വർഷത്തിന് ശേഷമുള്ള അഷ്റഫ് ദാറാനിനെ കാണാൻ അഷ്റഫ് ദാറാനിക്ക് കഴിയുന്നത് കൊണ്ടാണ് ദാറാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നത്. ഇന്ന് വരെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ, എന്റെ ഒരു ലീഡറും എന്നെ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ സന്തോഷം. പുതിയ ആൾക്കാരുണ്ടാക്കാനുള്ള പുതിയൊരു ചാപ്റ്റർ തുറക്കപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ. ഏത് സമയത്തും ഇവര് നമ്മളെ വിട്ടു പോവാം, ഏത് സമയത്തും ഇവര് നമ്മളെ ചതിക്കാം, ഏത് സമയത്തും ഇവര് നമ്മളെ പിരിയാം എന്ന ഒരു പാഠം മാത്രമേ എനിക്ക് അതുകൊണ്ട് കിട്ടുള്ളൂ. ഒരു ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. പുതിയ ആൾക്കാരുണ്ടാക്കുമ്പോ ഇനി അങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. ഓരോന്നും പാഠങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിച്ചപ്പെട്ടായ അപകടം അവൻ പഠിക്കണം. അതിലൂടെ വടിയില്ലാതെ, ടോർച്ച് ലൈറ്റ് ഇല്ലാതെ, സഹായത്തിന് ആളില്ലാതെ, ശ്രദ്ധയില്ലാതെ പോവരുത് ഇനി ഒരു വട്ടം കടി കൊണ്ടത് കൊണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഓരോ പാഠങ്ങളും നമ്മുടെ ചാപ്റ്ററുകളായിട്ട് മാറ്റിവെക്കണം. യഥാർത്ഥ വിജയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പരാജയം എന്ന് ആരോ പറയാറുണ്ട്. ഒരിക്കലുമല്ല. പരാജയം എന്നുള്ളത് വിജയത്തിന്റെ പാഠബുക്കിലെ ഓരോ ചാപ്റ്ററുകളാണ്. അങ്ങനെയുള്ള പരാജയങ്ങൾ ഇല്ലാത്തവർക്കാർക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂസുഫ് അലി 36 വർഷം ചെയ്ത യൂസുഫ് അലിയുടെ പരാജയ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ല. അദ്ദേഹം വലിയ 45 ലക്ഷത്തിന് 50 ലക്ഷത്തിന് വാച്ച് കെട്ടി നടക്കുന്നതേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം വിമാനത്തിൽ സഞ്ചരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു യൂസുഫ് അലി ആവാൻ പരാജയ വഴികളിലൂടെ കടന്നു വരണം. തിന്നാൻ കിട്ടാതെ, ഉറങ്ങാൻ കഴിയാതെ ജീവിച്ച സമയങ്ങൾ ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾക്കില്ലേ എങ്കിൽ നിങ്ങൾക്ക് സക്സസിലെത്താൻ കഴിയൂല. അത് ഇഷ്ടപ്പെട്ട് ഏറ്റെടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുമ്പോഴേ അത് കഴിയുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിനോട് പറയാറുണ്ട്, എനിക്കൊരു റിസ്ക് കാട്ടു പഠിച്ചോനെ, എനിക്കൊരു വിഷമഘട്ടം നേരിടാനുള്ള അവസരം കാട്ടു പഠിച്ചോനെ, അതിൽ നിന്ന് എനിക്കൊരു പാഠം കാട്ടു പഠിച്ചവനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ സുഖവും തരണേന്ന് പ്രാർത്ഥിക്കാറില്ല. സുഖത്തിലൊരു ചുക്കുമില്ല, ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കുറെ പൈസ തന്നു നോക്ക്, നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. പൈസ കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല, അല്ലേ? ഞാൻ ഇപ്പൊ അബ്ദുറഹ്മാൻ ബതുക്കാക്കാക്ക് ഇന്ന് 5 കോടി കൊടുത്തു, നാളെ 5 കോടി കൊടുത്തു, പിറ്റേന്ന് 5 കോടി കൊടുത്തു. അദ്ദേഹത്തിന് എന്താവും ചെയ്യാൻ പറ്റുക? മുളമ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ചിക്കൻ മസാല ഇട്ടിട്ട് കഴിക്കാൻ പറ്റും 500-ന്റെ 1000-ന്റെ നോട്ടുകൾ? അദ്ദേഹത്തിന് പൈസനോടൊരു വെറുപ്പാണ് വരും. അവസാനം തോന്നുന്നതൊക്കെ കിട്ടി, തോന്നുന്നതൊക്കെ വാങ്ങി ജീവിച്ചു. കുട്ടികളെയും ഭാര്യന്റെ ഒക്കെ പോയി, സർക്കിട്ട് പോയി, സുഖം പോയി, സുഖത്തിന് പോയി, ആഡംബരത്തിന് പോയി, കിഡ്നിയാണ് പോയി. ഇനി വെള്ളം കുടിക്കാൻ പറ്റൂല. ബതുക്കാക്കാരൻ ആർക്കും വേണ്ട, കൊണ്ടടക്കാൻ പറ്റിയ ഒരു നിർജീവ വസ്തുവായി മാറി. എന്നാ കൊല്ലാൻ പറ്റോ? പറ്റൂല. ജീവനുണ്ടോ? ജീവനുണ്ട്. ആ കിടക്കുന്ന റൂമില്. അങ്ങോട്ട് ചെന്നാൽ മൂത്രത്തിന്റെ സ്മെല്ല്, അങ്ങോട്ട് ചെന്നാൽ മലത്തിന്റെ സ്മെല്ല്, നോക്കുന്നവർ മടുത്തു. ഈ അവസ്ഥയിലേക്ക് പോകൂലേ? അതുകൊണ്ട് ആരോഗ്യമാണ് പ്രധാനം. ആരോഗ്യത്തോടെ സമ്പത്ത് ഉണ്ടാക്കലാണ് പ്രധാനം. വെൽത്ത് വിത്തൗട്ട് ഹെൽത്ത് ഈസ് സ്റ്റുപ്പിഡിറ്റി. ആരോഗ്യം നോക്കാതെ വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ അസംബന്ധമാണ്, ബുദ്ധിമോശമാണെന്നാണ്. അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ, ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എനിക്ക് മഹത്തായ ബിസിനസ്സിലെ എളിയ അവസരം ഒരുക്കി തന്ന ഉമർ ഉസ്താദിനും കുടുംബത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഈ ഒരു സെഷനിൽ എൻ്റെ കൂടെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്കൊക്കെയും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ റിവ്യൂ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവസരമായിരിക്കട്ടെ ബാക്കിയുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തി, RTC ലീഡർമാര് അതേപോലെ STC ലീഡേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് MC ഏറ്റെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാർക്ക് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.